ഡാമെന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇടുക്കി ജില്ലയായിരിക്കും അല്ലേ? എത്രയാ ഡാമുകൾ, മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും മൂന്നാറിൻ്റെ മണിത്തട്ടിൽ ഒരു ഡാമുണ്ടല്ലോ, ആനയിറങ്കൽ ഡാം. കാഴ്ചയിൽ വലിയ രസങ്ങളൊക്കെ ആണെങ്കിൽ ആ ഡാമിന് കുറേ പ്രത്യേകതകളുണ്ട്. എന്തെല്ലാമാണെന്ന് കണ്ടുവരാം. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നൽകുന്ന ഒരു പ്രദേശമാണ് ആനയിറങ്കൽ ഡാമും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലും വനത്തിനോട് ചേർന്നുമാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആനയിറങ്കൽ ഡാമിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഏത് കൊടും വേനലിലും ഡാം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകും. എന്തായിരിക്കാം അതിനൊക്കെ കാരണം? ഒന്ന് അറിഞ്ഞു വരാം. തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ആനയിറങ്കൽ. കടുത്ത വേനൽക്കാലത്ത് പോലും ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ എത്താറുണ്ട്. അങ്ങനെയാണ് ആനയിറങ്കൽ എന്ന വിളിപ്പേരുണ്ടായത്. വേനൽക്കാലത്ത് സംസ്ഥാനത്തെ പല അണക്കെട്ടുകളും വരളുമ്പോഴും ആനയിറങ്കൽ നിറഞ്ഞു തുളുമ്പും. എന്നാൽ ഒരു പുഴയോ നദിയോ ആനയിറങ്കലിലേക്ക് ഒഴുകിയെത്തുന്നില്ല. ചിന്നക്കനാൽ, സൂര്യനെല്ലി, ചൊക്രമുടി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചെറു അരുവികൾ മാത്രമാണ് കടുത്ത വേനൽക്കാലത്തും ഡാമിന് ജലസമൃദ്ധമാക്കുന്നത്. നമ്മുടെ ആനയിറങ്കൽ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ ഒരു സ്റ്റോറേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊന്മുടി ഡാമിൽ വെള്ളമില്ലാണ്ട് വരുമ്പം നമ്മൾ തുറന്നു വിടും. പൊന്മുടി ഡാമിന് മുമ്പിലായിട്ട് ഒരു ചെറിയ ഡാമുണ്ട്, കുത്തുങ്കൽ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ഡാമിലും നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളിത് മാർച്ച് മാസം തുറന്നു വിടും. മാർച്ചിൽ തുറന്നു വിട്ട് ജൂൺ മാസം വരെ ഇത് ഇങ്ങനെ ഇതിനകത്ത് വെള്ളം അവർക്ക് ആവശ്യാനുസരണം, മൊത്തമല്ല ആവശ്യാനുസരണം തുറന്നു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഇലക്ട്രിസിറ്റി ഈ വെള്ളം ഉപയോഗിച്ച് അവിടെ ഉപയോഗിക്കും. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. ഏഷ്യയിലെ ആദ്യ എർത്ത് ഡാം. കാളകൾ ചവിട്ടിക്കുഴച്ച പശമണ്ണ്, കരിങ്കല്ല്, പാറപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് ഡാമിന്റെ നിർമ്മാണം. 1967 18ാമത് റിപ്പബ്ലിക് ദിനത്തിലാണ് ആനയിറങ്കൽ കമ്മീഷൻ ചെയ്തത്. 85 കിലോമീറ്റർ ചുറ്റളവിലാണ് ഡാം പ്രദേശം. 1207.40 മീറ്ററാണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. 2 ഷട്ടറുകളാണ് ഡാമിനുള്ളതെങ്കിലും 1207.02 സംഭരണശേഷി പിന്നിട്ടാൽ 3 സ്പിൽവേകളിലൂടെ പന്നിയാർ പുഴയിലേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങും. വേനൽക്കാലത്ത് കുത്തുങ്കൽ, പൊന്മുടി അണക്കെട്ടുകളിൽ വൈദ്യുതോൽപാദനത്തിനുള്ള വെള്ളം കുറയുമ്പോൾ ആനയിറങ്കലിൽ നിന്ന് വെള്ളം തുറന്നുവിടും. മത്സ്യസമ്പത്തിലും ആനയിറങ്കൽ ഡാം അതിസമ്പന്നമാണ്. ചുട്ടുപൊള്ളുന്ന ഈ ചൂടിലും സ്വദേശികളും വിദേശികളുമായി നിരവധി സഞ്ചാരികളാണ് ആനയിറങ്കലിലേക്ക് എത്തുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.